നമസ്കാരം. CPM-ന്റെ കണ്ണിലെ കരടെങ്കിലും NIA അഡീഷണൽ SP AP ഷൗക്കത്തിലേക്ക് തുടർച്ചയായി അംഗീകാരങ്ങളുടെ പരമ്പര. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന NIA സംഘത്തിലെ ഷൗക്കത്തലി അടക്കം 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് IPS അനുവദിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി. നിലവിലുള്ള 11 ഒഴിവുകൾക്കായി 33 പേരുടെ പട്ടികയാണ് UPSCയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചത്. ഷൗക്കത്തലിക്കൊപ്പം TP കേസ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന KV സന്തോഷും IPS കിട്ടിയവർക്കൊപ്പമുണ്ട്. AR പ്രേംകുമാർ, D മോഹനൻ, ആമോസ് മാമൻ, VU കുര്യാക്കോസ്, S ശശിധരൻ, PN രമേഷ് കുമാർ, ML സുനിൽ എന്നിവരാണ് IPS ലഭിച്ച മറ്റുള്ളവർ. അന്വേഷണ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ 2020 മെഡൽ 121 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമ്മാനിച്ചപ്പോൾ കേരളത്തിന് അഭിമാനമായി മാറിയിരുന്നു AP ഷൗക്കത്തലി. കുറ്റകൃത്യ അന്വേഷണത്തിലുള്ള കഴിവ് പ്രോത്സാഹിപ്പിക്കുക, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലുള്ള അത്തരം മികവ് അംഗീകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് 2018 മുതൽ മെഡൽ ഏർപ്പെടുത്തിയത്. ഷൗക്കത്തലിയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാൾ. മുൻ IT സെക്രട്ടറി M ശിവശങ്കറിന്റെ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തിയത് ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലായിരുന്നു. LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ TP കേസിലെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ക്രമസമാധാന ചുമതല നൽകിയിരുന്നില്ല. തുടർന്ന് ഷൗക്കത്തലി NIAയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോവുകയായിരുന്നു. PSCയുടെ SI റാങ്ക് പട്ടികയിൽ ഒന്നാമനായിരുന്നു ഷൗക്കത്തലി. 3ാം റാങ്കുകാരനായിരുന്നു KV സന്തോഷ്. പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാത്ത ഷൗക്കത്തലി TP ചന്ദ്രശേഖരൻ വധക്കേസിൽ മുഖ്യപ്രതികളെ സാഹസികമായി പിടികൂടിയ മിടുമിടുക്കാനാണ്. CPM-നെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ TP കൊലപാതകത്തിൽ P മോഹനനും PK കുഞ്ഞനന്ദനും അടക്കമുള്ളവർ പിടിയിലായതും മുടക്കോഴി മലയിലെ പാർട്ടി ഗ്രാമത്തിൽ പോയി ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊടിസുനിയെ പൊക്കിയതും എല്ലാം തന്നെ ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലായിരുന്നു. TP കേസ് അന്വേഷണത്തിന് ശേഷം ഷൗക്കത്തലി ഡെപ്യൂട്ടേഷൻ വാങ്ങി ദേശീയ അന്വേഷണ ഏജൻസിയിലേക്ക് കൂടുമാറി. അവിടെയും തിളങ്ങുന്ന നേട്ടങ്ങൾ. പാരീസ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാരീസിലേക്ക് പോയ സംഘത്തിന്റെ നായകനായിരുന്നു ഷൗക്കത്തലി. ആരെയും കൂസാത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ണൂരിലെ CPM നേതാക്കളുടെ കണ്ണിലെ കരടാണ്. തലശ്ശേരി DYSP ആയിരുന്ന കാലം മുതൽക്കേ ഷൗക്കത്തലി CPM-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികളെ തേടി തലശ്ശേരി CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി. നിങ്ങൾക്ക് സ്റ്റേഷൻ ആക്രമിക്കാമെങ്കിൽ ഞങ്ങൾക്ക് പാർട്ടി ഓഫീസിലും കയറാമെന്നായിരുന്നു ഷൗക്കത്തലി അന്ന് പറഞ്ഞത്. ഈ ദൃശ്യങ്ങൾ അന്ന് ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലും ഷൗക്കത്തലിയുടെ സാന്നിധ്യം അന്വേഷണത്തിന് മുന്നോട്ടുള്ള ഗതിയിൽ നിർണായകമാകും. 1995 കേരള പോലീസ് SI ബാച്ചിലെ 1ാം റാങ്കുകാരനായിട്ടാണ് ഷൗക്കത്തലി കേരള പോലീസിന്റെ ഭാഗമാകുന്നത്. 2014 തലശ്ശേരി DYSP ആയിരിക്കെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയത്. നിലവിൽ NIA കൊച്ചി യൂണിറ്റിലെ ASP ആണ് ഷൗക്കത്തലി.